പ്രായഭേദമന്യേ ഒരുപാട് പേരെ അലട്ടുന്ന വിഷയമാണ് മോശം ശീലങ്ങൾ. മോശം ശീലത്തിൽ നിന്ന് നമുക്ക് എങ്ങനെ പുറത്തു വരുവാൻ സാധിക്കും? ആ പ്രലോഭനങ്ങൾ ഒഴിവാക്കുന്നതിനായി നമ്മുടെ ചുറ്റുപാടുകളിൽ മാറ്റം വരുത്തണം. പഴയ ശീലത്തിന് പകരം അതിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ടാകുമ്പോൾ അവിടെ നല്ല കാര്യങ്ങൾ കൊണ്ട്, നല്ല ശീലങ്ങൾ കൊണ്ട് നിറയ്ക്കണം. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ലഘുഭക്ഷണം കഴിക്കുവാൻ തോന്നുന്ന സമയത്ത് വിശപ്പടക്കുവാൻ വെള്ളം കുടിക്കുന്നത് പോലെ തന്നെ മോശം ശീലത്തെ നല്ല ശീലം കൊണ്ട് റീപ്ലേസ് ചെയ്യണം. ഇന്ന് പകലിൽ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഈ മേഖലയിൽ നിന്നും പുറത്തു വരുവാൻ അപ്ലൈ ചെയ്തവരായിരിക്കാം. ഇതിലൊരു പക്ഷേ തോറ്റിരിക്കുന്ന വ്യക്തിയായിരിക്കാം താങ്കൾ. മോശം ശീലമെന്ന് പറയുന്നത് മദ്യപാനമായിരിക്കാം, മൊബൈൽ അഡിക്ഷൻ ആയിരിക്കാം, സിഗരറ്റ് സ്മോക്കിംഗ് ആയിരിക്കാം, കുറ്റം പറയുന്നതായിരിക്കാം, അനാവശ്യമായി പൈസ സ്പെൻഡ് ചെയ്യുന്നതായിരിക്കാം, പല കാരണങ്ങളായിരിക്കാം. മോശം ശീലങ്ങൾ ഒരുപാടുണ്ടല്ലോ, അതിലേതെങ്കിലും ഒരു വിഷയമായിരിക്കാം. ഇന്ന് പകലിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ പുറത്തു വരുവാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളോടൊരു മാർഗം പറയാം. യേശുവിലേക്ക് അടുത്തു വന്നാട്ടെ. ഇന്ന് പകലിൽ നിങ്ങളോട് പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്, ഈ വിഷയത്തിന്മേൽ തോറ്റിരിക്കുന്ന ഒരു വ്യക്തിയാണോ? നിങ്ങൾ പല മാർഗങ്ങളും സ്വീകരിച്ചിട്ട് നിങ്ങൾ തോറ്റിരിക്കുന്ന വ്യക്തിയാണോ? സ്വർഗത്തിലെ പരിശുദ്ധാത്മാവ് ഇന്ന് പകലിൽ നിങ്ങളെ ആ മേഖലയിൽ നിന്ന് വിടുവിക്കുവാൻ പോകുന്നു. നിങ്ങൾക്ക് ആ ഇൻഫ്ലുവൻസ് ഉണ്ടാകുമ്പോൾ, മോശം ശീലങ്ങളിലേക്കുള്ള ഇൻഫ്ലുവൻസ് ഉണ്ടാകുമ്പോൾ, ആ മേഖലയിലേക്ക് ദൈവവചനം കൊണ്ട് നിറച്ചാട്ടെ, ദൈവവചനം ധ്യാനിച്ചാട്ടെ. നിങ്ങളുടെ ഭവനത്തിൽ വർഷിപ്പ് സോങ് പ്ലേ ചെയ്താട്ടെ, ഓഡിയോ ബൈബിള് നിങ്ങൾ കേട്ടാട്ടെ, പ്രാർത്ഥിക്കുവാൻ മുട്ടുമടക്കിയാട്ടെ. അങ്ങനെ നിങ്ങളുടെ ചിന്തകളെ ഡൈവേർട്ട് ചെയ്താട്ടെ. സ്വർഗത്തിലെ പരിശുദ്ധാത്മാവ് നിങ്ങളെ വിടുവിച്ചിരിക്കും. ദൈവ സാന്നിധ്യത്തെ നിങ്ങളെ ആ ഗ്യാപ്പിലേക്ക് ഫില്ല് ചെയ്താട്ടെ. ദൈവ സാന്നിധ്യത്തിനായിട്ടൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. ആ ഡിസ്ട്രാക്ഷൻ ഉണ്ടാകുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്, കർത്താവേ, എന്നെ ആ ഡിസ്ട്രാക്ഷനിൽ നിന്നും വിടുവിക്കണം, എന്നെ ആ മോശ ശീലത്തിൽ നിന്ന് വിടുവിക്കണം. നിങ്ങളുടെ ചിന്തകളെ ദൈവ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കാമെങ്കിൽ നിശ്ചയമായിട്ടും ഏത് വലിയ മോശ ശീലങ്ങളായിരുന്നാലും സ്വർഗത്തിലധികം ഇന്ന് പകലിൽ നിങ്ങളെ വിടുവിച്ച് പുറത്തു കൊണ്ടുവരും. നിങ്ങൾ ഒരത്ഭുതം കണ്ടിരിക്കും. വിശ്വസിച്ചാട്ടെ. കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു. എന്നും നിങ്ങൾ ഈ അടിമ മുഖത്തിൽ കുടുങ്ങിക്കിടക്കുവാൻ എൻ്റെ സ്വർഗം ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് അത്രേ ഇന്ന് പകലിൽ നിങ്ങൾ ഈ ദൂത് ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത്. യെശയ്യാവ് 43:18-19 ഇങ്ങനെ വായിക്കുന്നു: മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. അതെ, ഇന്ന് പകലിൽ നിങ്ങൾ പല മാർഗങ്ങൾ അപ്ലൈ ചെയ്തിട്ടും ക്ഷീണിച്ചിരിക്കുകയായിരിക്കാം. ഈ വിഷയത്തിൽ മേൽ നിങ്ങൾ തോറ്റിരിക്കുകയായിരിക്കാം. പക്ഷേ ഇന്ന് പകലിൽ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ മേൽ പുതിയത് ചെയ്യാൻ പോവുക. നിങ്ങൾ ആ വിഷയത്തിൽ നിന്ന് പുറത്തു വരുവാൻ പോവുക. അതെ, നല്ല ശീലങ്ങളാൽ സ്വർഗത്തിലധികം നിങ്ങളെ നിറയ്ക്കാൻ പോവുകയാണ്. അതെ, നിങ്ങളെ ദൈവവചന ധ്യാനം നിങ്ങളുടെ സ്വഭാവമായി തീരുവാൻ പോവുകയാണ്. അതെ, ആ പ്രാർത്ഥന നിങ്ങളുടെ സ്വഭാവമായി തീരുവാൻ പോവുകയാണ്. ആരാധന നിങ്ങളുടെ സ്വഭാവമായി തീരുവാൻ പോവുകയാണ്. അതെ, നിങ്ങൾ ആ മദ്യപാനത്തിൽ നിന്നും പുറത്തു വരുന്നു. നിങ്ങൾ ആ മൊബൈൽ അഡിക്ഷനിൽ നിന്നും പുറത്തു വരുന്നു. നിങ്ങൾ ആ സിഗരറ്റ് സ്മോക്കിങ്ങിൽ നിന്നും പുറത്തു വരുന്നു. നിങ്ങൾ ആ കുറ്റം പറയുന്ന സ്വഭാവത്തിൽ നിന്നും പുറത്തു വരുന്നു. നിങ്ങൾ അനാവശ്യമായി പൈസ സ്പെൻഡ് ചെയ്യുന്നതിൽ നിന്നും പുറത്തു വരുന്നു. ഏതൊക്കെയാണ് നിങ്ങളുടെ മോശ ശീലങ്ങൾ? അതിൽ നിന്നും പരിശുദ്ധാത്മാവിന്റെ പകലിൽ നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ പോകുന്നു. അതെ, ആ ഇൻഫ്ലുവൻസിനെ, ആ മോശം ശീലമെന്ന ഇൻഫ്ലുവൻസിനെ ദൈവ സാന്നിധ്യം കൊണ്ട് സ്വർഗത്തിലധികം നിറയ്ക്കുന്നു. അതെ, ആ മോശം ശീലങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ നിന്നും പുറത്തു പോകുന്നു. നിങ്ങൾ ഇന്ന് പകലിൽ സ്വതന്ത്രരാകുവാൻ പോകുന്നു. ക്രിസ്തുയേശുവിൽ ഇന്ന് പകലിൽ നിങ്ങൾ ഒരു പുതിയ സൃഷ്ടിയാകുന്നു. വിശ്വസിച്ചാട്ടെ. ഈ വചനത്താൽ ദൈവം ഏവരെയും സമൃദ്ധിയായി ധാരാളമായി അനുഗ്രഹിക്കും.